നമസ്കാരം, വെൽക്കം ടു ഫ്രാഡോ SSC അക്കാഡമി. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോയിലായിട്ട് ടൈം ആൻഡ് വർക്ക് എന്നൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അവസാന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം നോക്കാം. ഇഫ് 6 men and 8 boys can do a piece of work in 10 days and 26 men and 48 boys can do the same in 2 days, then the time taken by 15 men and 20 boys to do the same type of work will be. എന്താണ് ക്വസ്റ്റ്യൻ? ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രത്യേക ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഗിവൺ ഡാറ്റാസ് ആണ് 6 men and 8 boys can do a piece of work in 10 days അല്ലേ. നമുക്ക് മെന്നിൻ്റെ എഫിഷ്യൻസി M എന്നും ബോയ്സിൻ്റെ എഫിഷ്യൻസി B എന്നും കൊടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതാം? 6M പ്ലസ് കമ്പൈൻഡ് എഫിഷ്യൻസി, അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. സോ കമ്പൈൻഡ് എഫിഷ്യൻസി ഇതാവും 6 men അല്ലേ. 6 men ആയിരിക്കും, 6M ആയിരിക്കും ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്, മാൻ്റെ മാത്രം. 8B ആയിരിക്കും ആരുടെ എഫിഷ്യൻസി? ബോയ്സിൻ്റെ, 8 ബോയ്സിൻ്റെ എഫിഷ്യൻസി 8B ആണ്. ഓക്കെ, അത് കമ്പൈൻഡ് എഫിഷ്യൻസി. അങ്ങനെ എത്ര ദിവസം അവർ വർക്ക് ചെയ്തു? 10 ദിവസം വർക്ക്. ഇതായിരിക്കില്ല നമ്മൾ ടോട്ടൽ വർക്ക് എന്ന് പറയും. ഇതാണ് ടോട്ടൽ വർക്ക്. വിൽ ബി ഈക്വൽ ടു ഏതാണ്? രണ്ടാമത്തെ കേസ് 26 മെന്നും 48 ബോയ്സും എന്ത് ചെയ്തു? 2 ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? രണ്ടാമത്തെ കേസിലേക്ക് പോവാം. 48 26 മെൻ, 26 ടോട്ടൽ എഫിഷ്യൻസി 26M പ്ലസ് 48 ബോയ്സ്, 48 ബോയ്സ്. എത്ര ദിവസം പണിയെടുത്തത്? 2 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതായത് ഈക്വൽ ടോട്ടൽ വർക്ക് സെയിം ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ആദ്യത്തെ സെൻറ്റൻസ് നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണിത്. നമുക്കിതൊന്ന് സോൾവ് ചെയ്തിട്ട് എമ്മും ബിയും തമ്മിൽ ഒരു റിലേഷനിലേക്ക്, നമുക്ക് എന്തായാലും 2 വേരിയബിളുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടില്ല? എമ്മിൻ്റെയും ബിയുടെയും കറക്റ്റ് വാല്യൂ കിട്ടില്ല. പക്ഷെ നമുക്ക് റിലേഷനിലേക്ക് എത്താം അല്ലേ. എമ്മും ബിയും തമ്മിൽ ഒരു റേഷ്യോയിലേക്ക് എത്താം. അതാണ് നമ്മളെ പരിപാടി. ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസലായി, ഇവിടെ 5 വന്നു അല്ലേ. 5 വന്നു. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് 5 × 6 30M 30M വന്നു. ഇവിടെ 40 ബിയും വരില്ല, 40 ബിയും വരും. അപ്പുറം എന്തുണ്ട്? 26M 48 ബിയും. അപ്പോൾ ഞാൻ 26M ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഈ 40 ബിനെ ആ സൈഡിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? ഇവിടെ 30M ഉണ്ട്, 26M. അപ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ 4M വിൽ ബി ഈക്വൽ ടു, അപ്പുറം എന്ത് വരും? ഇവിടെ 48 ബി ഉണ്ട്, ഇവിടെ 40 ബി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 8B എന്ന് വരും അല്ലേ. ഇതിന് നമുക്ക് 4 ക്യാൻസൽ ചെയ്ത് 1 2 എന്ന് തോന്നു, വിച്ച് മീൻ M ഈക്വൽ ടു എന്താണ്? 2B എന്ന് തോന്നുന്നു അല്ലേ. M ഈക്വൽ ടു 2B എന്ന് തോന്നുന്നു. ഇത് നമുക്കൊന്ന് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? M/B ഈക്വൽ ടു 2 എന്ന് എഴുതാം. M/B ഈക്വൽ ടു 2/1 എന്ന് എഴുതാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ നമുക്ക് റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനൊരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? എഫിഷ്യൻസി കണ്ടെത്താം. എഫിഷ്യൻസി എത്ര എഴുതുക? എമ്മിൻ്റെ എഫിഷ്യൻസി 2 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇത്തരം പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് എമ്മിൻ്റെ എഫിഷ്യൻസി 2 എന്നെടുക്കുക, ബിൻ്റെ എഫിഷ്യൻസി 1 എന്നെടുക്കുക. ഓക്കെ, മെൻ്റെ എഫിഷ്യൻസി 2ഉം ബോയുടെ എഫിഷ്യൻസി 1ഉം. അത് കിട്ടിയല്ലോ. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യം മാൻ്റെയും ബോയുടെയും എഫിഷ്യൻസിയുടെ ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തു, നമുക്ക് ഈ രീതിയിൽ കണ്ടെത്തി. മെൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 2, ബോയുടെ എഫിഷ്യൻസി 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്കിന് ഒരു വാല്യൂ കൊടുക്കണം. ടോട്ടൽ വർക്കിന് ഒരു വാല്യൂ കൊടുക്കും. എങ്ങനെ കൊടുക്കാം? ഈ എമ്മിനും ബിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, നമ്മൾ നേരത്തെ 2 ഇക്വേഷൻ ഇതല്ലേ, ഈ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് എമ്മിൻ്റെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടോട്ടൽ വർക്കിന് ഒരു വാല്യൂ കണ്ടെത്തും. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എമ്മിൻ്റെ എഫിഷ്യൻസി 2ഉം ബിയുടെ എഫിഷ്യൻസി 1ഉം ആണെന്ന് ഓർത്ത് നോക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ പറഞ്ഞു എമ്മിൻ്റെ എഫിഷ്യൻസി, മാൻ്റെ എഫിഷ്യൻസി 2 ആണ്, ബിയുടെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. 6 men എത്രയാണ്? 6 × 2 അല്ലേ. എഫിഷ്യൻസി 2 ആണെന്ന് പറഞ്ഞു അല്ലേ. 6 × 2 പ്ലസ് എത്ര ബോയ്സ്? 8 ബോയ്സ്, 8 × 1 ഇൻറ്റു എത്ര ദിവസം വർക്ക് ചെയ്ത്? 10 ദിവസം അല്ലേ. അപ്പോൾ ടോട്ടൽ വർക്ക് ഇൻറ്റു 10 എത്ര കിട്ടും നമുക്ക്? 12 8 20 × 10 200 ആയിരിക്കും നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. 200 ആണ് ടോട്ടൽ വർക്ക്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയി. എന്താ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഈ ടോട്ടൽ വർക്കിനെ 15 മെന്നും 20 ബോയ്സും ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം? അപ്പോൾ കമ്പൈൻഡ് എഫിഷ്യൻസി എന്താണ്? ഈ 15 മെന്നിൻ്റെ എഫിഷ്യൻസിയും 20 ബോയ്സിൻ്റെ എഫിഷ്യൻസി കൂടിയതാണ് കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ കമ്പൈൻഡ് എഫിഷ്യൻസി കൊണ്ട് നമ്മൾ ടോട്ടൽ വർക്കിനെ അല്ലെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ടു കംപ്ലീറ്റ് ദാറ്റ് ജോബ് കിട്ടും അല്ലേ. അപ്പോൾ എത്രയാണ്? 15 × 2 എത്രയാണ്? 30 ആണ് ടോട്ടൽ മെൻ്റെ എഫിഷ്യൻസി വരിക. 20 × 1 20 ബോയ്സിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ടോട്ടൽ 50 ആണ് ടോട്ടൽ കമ്പൈൻഡ് എഫിഷ്യൻസി. ഏത് കേസിൽ? ഈ ഒരു കേസിൽ 50 ആണ് കമ്പൈൻഡ് എഫിഷ്യൻസി വരുന്നത് അല്ലേ. 15 മെന്നും 20 ബോയ്സും. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ വർക്കിനെ കൊണ്ട് ഈ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 200 / 50. നമുക്ക് എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയാണ് 4 കിട്ടും. 4 days.
അപ്പം 4 ദിവസമാണ് ഈ ഒരു കേസിൽ ഈ 15 മെന്നിനും 20 ബോയ്സിനും കൂടി ചെയ്യാനുള്ള ടൈം. ഇതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതുപോലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. നമ്മളെന്താ ചെയ്യുന്നത് ആക്ച്വലി ഇങ്ങനെയാണ് ഒരു ഡാറ്റ അതുണ്ടാവും അല്ലേ. കുറേ ആൾക്കാരുണ്ട്, ആണുങ്ങളും അല്ല മെന്നുണ്ട്, ബോയ്സ് ഉണ്ട്, ചിലപ്പം വുമൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എഫിഷ്യൻസി മെന്നിൻ്റെ എഫിഷ്യൻസി എം എന്നും ബോയുടെ എഫിഷ്യൻസി ബി, ഡബ്ല്യു ആണ് വുമൻ്റെ എഫിഷ്യൻസി എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുന്നത് ആക്ച്വലി ഈ എമ്മിനും ബിക്കും ഡബ്ല്യുവിനും ഒരു വാല്യൂ കണ്ടെത്തുകയാണ്. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിന് ചില റിലേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇവിടെ റിലേഷൻസ് തന്നിട്ടുണ്ടാവും. ആ റിലേഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് എമ്മിനും ബിക്കും ഡബ്ല്യുവിനും ഒരു വാല്യൂ അസൈൻ ചെയ്യും. ആ വാല്യൂ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ വർക്ക് കണ്ടെത്തും. അതിനും നമ്മൾ ഇതിലേ തന്ന റിലേഷൻ യൂസ് ചെയ്തിട്ട് ടോട്ടൽ വർക്കിന് ഒരു വാല്യൂ അസൈൻ ചെയ്യും. ടോട്ടൽ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ, ആ കണ്ടീഷനിലേക്ക് നമ്മൾ ഈ എഫിഷ്യൻസിയുടെ വാല്യൂ അപ്ലൈ ചെയ്ത് അത് ഉപയോഗിച്ചിട്ട് ടോട്ടൽ വർക്കിന് നമ്പർ ഓഫ് ഡേയ്സ് കാണും. ചിലപ്പോൾ ടോട്ടൽ വർക്കായിരിക്കും കാണാൻ പറയുന്നത്, അത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട്. പക്ഷേ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് തോന്നിയിട്ടുള്ളത് 6 men and 8 boys can do a work എന്നാണ്. 6 men and എന്നതല്ല, 6 ആണുങ്ങളും അല്ലെ മെന്നും 8 ബോയ്സും ഒരുമിച്ചാണ് ചെയ്തത്. അതാണ് ആൻഡിൻ്റെ അർത്ഥം അല്ലേ. ആൻഡ് എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടതാണ് കമ്പൈൻഡ് എഫിഷ്യൻസിയാണ് എടുക്കേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ ഓർ തരും, അതായത് 6 men or 8 boys എന്ന് തരും. ഇതിൻ്റെ അർത്ഥം എന്താണ്, 6 ആൾക്കാർ അല്ലെങ്കിൽ 8 ബോയ്സിന് ഒരു വർക്ക് ചെയ്യാൻ ഇത്ര ദിവസം വേണം അല്ലെങ്കിൽ ഇത്ര ടൈം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, 6 ആൾക്കാരുടെ മെന്നിൻ്റെ എഫിഷ്യൻസിയും 8 ബോയ്സിൻ്റെ എഫിഷ്യൻസിയും ഈക്വൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓർ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ തന്നിരിക്കുന്ന 6 men or 8 boys ആണെങ്കിൽ അവരുടെ അത്രയും എണ്ണ ആൾക്കാരുടെ എഫിഷ്യൻസി ഈക്വൽ ആണെന്ന്, അല്ല ഈക്വൽ അല്ല, ആ റിലേഷൻ ഈക്വൽ ആണ്. 6 men ഈക്വൽ ടു 8b ആണെന്ന് മനസ്സിലാക്കാം. അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും, ഇവിടെ 3, 4 എന്ന് എടുത്തു കഴിഞ്ഞാൽ m/b ഈക്വൽ ടു 4/3 എന്ന് കിട്ടും. ഈ കേസിലാണെങ്കിൽ എമ്മിൻ്റെ എഫിഷ്യൻസി 4ഉം ബിയുടെ എഫിഷ്യൻസി 3ഉം എന്ന രീതി കിട്ടും. ഇത് എപ്പോഴാണ് കിട്ടുക, ഓറാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ. എന്നാൽ ആൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഇക്വേഷൻ ആക്കിയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, നമുക്ക് മെയിൻ എയിം എന്താണ്, എഫിഷ്യൻസിക്ക് ഒരു വാല്യൂ കണ്ടെത്തി ടോട്ടൽ വർക്കിന് വാല്യൂ കണ്ടെത്താം. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 3 men or 6 women അല്ലെ, ഇഫ് 3 men or 6 women can do a piece of work in 16 days and in how many days 12 men and 8 women do the same piece of work. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 men or 3 men or 6 women എന്ന് പറഞ്ഞില്ല. അതിന് മീനിങ് എന്താണ്, 3 മെന്നിന് ഈക്വൽ ആണ് ആര്, 6 വുമൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഈ എഫിഷ്യൻസി വാല്യൂ കണ്ടെത്താം. 1, 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് M2 ആണ്, എഫിഷ്യൻസി M2 ആണ്. ഡബ്ല്യൂയുടെ എഫിഷ്യൻസി എത്രയാണ്, 1 എന്ന് കിട്ടും. ഡബ്ല്യു എഫിഷ്യൻസി 1 എന്ന് കിട്ടും. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യം എന്താണ്, എമ്മിൻ്റെ എഫിഷ്യൻസി 2 എന്നും ഡബ്ല്യുവിൻ്റെ എഫിഷ്യൻസി 1 എന്നും ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടി അല്ലേ. ഡയറക്റ്റ് ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാര്യങ്ങൾ കിട്ടി. നമുക്ക് എന്തറിയാം, 3 ആൾക്കാർ അല്ലെ 6 വുമൺ, 6 വുമൺ. അപ്പോൾ എത്ര എഫിഷ്യൻസി ടോട്ടൽ ഉണ്ടാവും, 6 × 1 അല്ലെ 6 ടോട്ടൽ. 6 × 16 ദിവസം കൊണ്ട് ആ വർക്ക് നമ്മൾ. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ്, 16 × 6 96 ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് വരുന്നത് അല്ലെ. ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ 12 men and 8 women ആണ്. 12 ആൾക്കാരും 8 വുമണും ഒരുമിച്ചാണ് വർക്ക്. അപ്പോൾ നമ്മൾ കമ്പൈൻഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. 12 ആൾക്കാർ, ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, 2 ആണ്. അപ്പോൾ 12 മെന്നിൻ്റെ എഫിഷ്യൻസി 24. എത്ര ആൾ ഇപ്പോൾ വുമണാണുള്ളത്, 8 വുമൺ. അപ്പോൾ ഒരു വുമണിൻ്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ 8 വുമണിൻ്റെ എഫിഷ്യൻസി 8. അങ്ങനെ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുമ്പം 24 + 8 32 ആണ് കമ്പൈൻഡ് എഫിഷ്യൻസി വരുന്നത് അല്ലെ. കമ്പൈൻഡ് എഫിഷ്യൻസി 32 വരുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് 96. ഈ 32 എഫിഷ്യൻസി ഉള്ള ആൾക്കാർ എത്ര ദിവസം കൊണ്ട് ചെയ്യും, എന്താണ് 96 / 32 3 കിട്ടും. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്, 3. ഞാൻ നേരത്തെ പറഞ്ഞു 3 men or 6 women, ഒരു ഓർ കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് രണ്ടും ഈക്വൽ ആണെന്നാണ്. 3 മെന്നിന് ഈക്വൽ ആണ് 6 women. അവിടെ നമുക്ക് ഡയറക്റ്റ് എഫിഷ്യൻസി M2 എന്നും W1 എന്നും കിട്ടും. ഓക്കെ, പീസ് ഓഫ് വർക്കിൻ 16 ദിവസം. നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ വുമൻ്റെ കേസാണ് എടുത്തില്ല. 6 × എഫിഷ്യൻസി 1, 6 × 1 6 × 16 96 കിട്ടി. ഞാൻ മെന്നിൻ്റെ കേസ് എടുക്കണമെങ്കിലോ 3 men ആണ്. 3 × എഫിഷ്യൻസി എത്രയാണ്, 2. അപ്പോൾ 6 ആയി. 6 × 16 വീണ്ടും 96 തന്നെ കിട്ടും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഏതാണോ അത് ഡയറക്റ്റ് എടുക്കുക.
ഡിവൈഡ് ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി. കമ്പൈൻഡ് എഫിഷ്യൻസി നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? 12 men and 8 women. ആൻഡ് ആണ് അല്ലേ, അപ്പോൾ രണ്ടാളും കൂടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാളുടെ എഫിഷ്യൻസിയും കമ്പൈൻ ചെയ്യണം. അങ്ങനെയാണ് ഈ 32 കിട്ടിയത് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ആക്ച്വലി ഇത് നമുക്ക് ഈ മെത്തേഡ് അറിയാണെങ്കിൽ നമുക്ക് ഇത്ര കാൽക്കുലേഷൻ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 1-2 പ്രാവശ്യം ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A man, a woman and a boy complete job in 3, 4, 12 days. How many boys must assist one man and one woman to complete the job in 1/4 of the day? Okay, ഒരു ജോലി ഉണ്ട്, അത് എങ്ങനെ തീർക്കുക? 3, 4, 12 ദിവസം കൊണ്ട് അല്ലെ. മെൻ, വുമൺ, ചൈൽഡ് അല്ലെ ബോയ് 3, 4, 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ദിവസം കിട്ടുകയും നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ വർക്ക് ഇതിൻ്റെ LCM ആയിട്ട് ടോട്ടൽ വർക്ക് എത്രയാണ്? 12 തന്നെയാണ് അല്ലേ. LCM എന്ന് പറയും 12 തന്നെയാണ്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി എത്ര കിട്ടി? മെൻ്റെ എഫിഷ്യൻസി 4 എന്ന് കിട്ടും, വുമൻ്റെത് 3 കിട്ടും, ഇത് 1 എന്ന് കിട്ടും. ഇങ്ങനെയാണ് എഫിഷ്യൻസി കിട്ടിയിട്ടുള്ളത് അല്ലേ. 4, 3, 1. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടി. എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാളുടെ എഫിഷ്യൻസി കിട്ടുകയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ബോയ്സ് മസ്റ്റ് അസിസ്റ്റ് 1 man and 1 woman to complete the job in 1/4 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെ. 1/4 ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യണം. 12 ജോലി 1/4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം എത്ര ജോലി ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ? 1/4 ദിവസം 12 ജോലി, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 48 ജോലി, 48 വർക്ക്, ടോട്ടൽ വർക്ക് 48 ആയിരിക്കണം. അവർക്ക് ഒരു ദിവസം കിട്ടേണ്ട കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയാണ്? 48 ആയിരിക്കണം. അതായത് ഒരു മാനും ഒരു വുമണും എത്രയോ ബോയ്സും കൂടെ ചേർന്നിട്ട് ഒരു ദിവസത്തെ കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടണം? 48 കിട്ടണം. എന്നാൽ മാത്രമേ ഈ 12 വർക്ക് അവർക്ക് 1/4 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. മെൻ്റെ എഫിഷ്യൻസി 4 ആണ്, അപ്പോൾ ഒരു മെന്നെ ഉള്ളത്, അപ്പോൾ 4 പ്ലസ് വുമൻ്റെ എഫിഷ്യൻസി 3 ആണ്, ഒരു വുമണേ ഉള്ളൂ, അപ്പോൾ 4 + 3 7. ഇപ്പോൾ നമുക്ക് 7 കിട്ടി. നമുക്കിനി എത്ര വേണം? 48 ആവണം. എന്നാൽ മാത്രമേ ഒരു ദിവസത്തെ കമ്പൈൻഡ് എഫിഷ്യൻസി 48 കിട്ടില്ല. നമുക്ക് 7 ആയി. ഇനി ബോയിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? നമ്മൾ പറഞ്ഞ ബോയിൻ്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ ആ 1 എഫിഷ്യൻസിയിൽ എത്ര പേര് ചേർന്നാലാണ് 41 കിട്ടുക അല്ലേ. എത്രയാണ്? 41 പേര്. അപ്പോൾ ടോട്ടൽ 41 ബോയ്സ് അസിസ്റ്റ് ചെയ്താലാണ് ഈ ജോലി 1/4 ദിവസം കൊണ്ട് ഒരു മാനും ഒരു വുമണ്ണും ചെയ്യാൻ പറ്റുക. എത്രയാണ്? 41 ബോയ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് പരിപാടി. അത് നമ്മൾ ചെയ്തു എഫിഷ്യൻസി കണ്ടെത്തിയിട്ടാണ് ബാക്കി പരിപാടിയിലേക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ പോയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Six men or 12 women can do a piece of work in 20 days. 6 men or 12 women. And in how many days? 8 men and 16 women can do the twice as big as this work. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? എഫിഷ്യൻസി കണ്ടെത്തും. നമുക്ക് ഡയറക്റ്റ് കാണാം അല്ലേ. 6 men = 12 women ആണ്. ഓർ ആയതുകൊണ്ട് തന്നെ 6 men = 12 women. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് 6ഉം 12ഉം ക്യാൻസൽ ആക്കാമല്ലോ. ഇവിടെ 1 വരും, ഇവിടെ 2 വരും. അപ്പോൾ നമുക്ക് എന്താണ്? മെന്നിൻ്റെ ഇപ്പം എന്ത് കിട്ടി? നമുക്ക് M will be equal to 2W എന്ന് കിട്ടും. M will be equal to 2W എന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്താണ്? എമ്മിൻ്റെ കൂടെയുള്ളത് ആരുടെ എഫിഷ്യൻസിയാണ്? ഡബ്ല്യുവിൻ്റെ എഫിഷ്യൻസിയാണ്. എമ്മിൻ്റെ കൂടെ ആരാളുള്ളത്? 1 ആണുള്ളത് അല്ലേ. ഇനി ഡബ്ല്യുവിൻ്റെ കൂടെയുള്ളത് ആരാണ്? 2. ആ 2 എന്ന് പറയുന്നത് എമ്മിൻ്റെ എഫിഷ്യൻസിയാണ്. നമുക്ക് ഇതിന് റേഷ്യോ ആക്കേണ്ട ആവശ്യമുണ്ട്. ഡയറക്റ്റ് അപ്പുറം ആരാളുള്ളത്? ഇവിടെ M ആണ്, അതിൻ്റെ എഫിഷ്യൻസി 2 ആയിരിക്കുന്നു. ഡബ്ല്യുവിൻ്റെ എഫിഷ്യൻസി ഈ 1 ആയിരിക്കും. നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? എമ്മിൻ്റെ എഫിഷ്യൻസി 2 എന്നും ഡബ്ല്യുവിൻ്റെ എഫിഷ്യൻസി 1 എന്നും കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 20 ദിവസത്തേക്കാണ് വർക്ക്. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ് നമുക്ക് ഈ കേസിൽ? മാൻ്റെ എഫിഷ്യൻസി 2 ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് കിട്ടും? 20 ഡേയ്സ് ഇൻറ്റു ആ എഫിഷ്യൻസി ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. എത്ര ടോട്ടൽ വർക്ക് കിട്ടുക നോക്കാം. അപ്പം നമുക്ക് എമ്മിൻ്റെ എഫിഷ്യൻസി 2 എന്നും ഡബ്ല്യുവിൻ്റെ എഫിഷ്യൻസി 1. നമുക്ക് എഫിഷ്യൻസി കിട്ടി. മെന്നിൻ്റെ 2 എന്ന് കിട്ടി, വുമൻ്റെ 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഇനി 12 മെന്നാണുള്ളത്, 12 വുമണാണ് ഉള്ളത്. അപ്പോൾ 12 വുമൺ എന്ന് പറയുമ്പം എത്രയാണ്? 12 × 1 × 20. അപ്പോൾ ടോട്ടൽ വർക്ക് 240 ആണ് നമുക്ക് ടോട്ടൽ വർക്ക്. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നില്ല ട്വൈസ് ആസ് ബിഗ്ഗസ്റ്റ് വർക്കാണ്. അപ്പോൾ 240 ആണ് നമുക്ക് ഈ ആദ്യത്തെ സെൻറ്റൻസ് വെച്ചിട്ട് കിട്ടുന്ന ടോട്ടൽ വർക്ക് 240 ആണ്. എന്നാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ട് ട്വൈസ് ആസ് ബിഗ്ഗസ്റ്റ് ആയിട്ട് വർക്കാണ്. അപ്പോൾ 240ൻ്റെ ഡബിൾ ആണ് ടോട്ടൽ വർക്ക്. അത്രയാണ് 480 വരും അല്ലേ. 240ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 480 ആണ് നമുക്കിപ്പം ചെയ്യേണ്ട വർക്ക്. എത്രയാണ് കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? 8 മെന്നും 16 വുമണുമാണ്. 8 മെൻ എന്ന് പറയുമ്പോൾ
ഒരു മെൻ്റെ എഫിഷ്യൻസി 2ആണ്. അപ്പോൾ ടോട്ടൽ മെൻ്റെ എഫിഷ്യൻസി 8 × 2 16 കിട്ടി. 16 + 16 × 1 അല്ലേ, മൊമെൻ്റ് എഫിഷ്യൻസി 1 ആയതുകൊണ്ട് 16 × 1 16 + 16 32 കിട്ടും. 480 / 32 ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, 16 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 16 26 32 വരും. ഇവിടെ 16 48 30 30/2 എന്ന് വന്നു. ആൻസർ 15 വന്നു. 30/2 ആൻസർ 15. 15 ഡേയ്സ് ആണ് 8 മെന്നും 16 വുമണും ഈ ജോലി ചെയ്യുന്നത്. ഏത് ജോലി? 240 നമുക്ക് ഈ ഒരു കേസിൽ ടോട്ടൽ വർക്ക് കിട്ടുന്നത്. പക്ഷേ അതിനേക്കാൾ ഡബിൾ ആയിട്ടുള്ള വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ 450. ഈ 450 വർക്ക് ചെയ്യാൻ 15 ദിവസം വേണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. A man, a woman and boy can complete the work in 20, 30 and 60 days respectively. How many boys must assist 2 men and 8 women so as to complete the work in 2 days? ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് എഫിഷ്യൻസി? നമുക്ക് ആദ്യം കണ്ടെത്താം. ആൻഡ് ഡേയ്സ് തന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പഴയ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, എഫിഷ്യൻസി കാണാം. ഇത് നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് കാണാമല്ലോ. LCM എന്തായിരിക്കും? ടോട്ടൽ വർക്ക് 60 ആയിരിക്കും കിട്ടുക. അപ്പോൾ മെനിൻ്റെ എഫിഷ്യൻസി 20 × 3 മെനിൻ്റെ എഫിഷ്യൻസി കിട്ടും. വുമൻ്റെ എഫിഷ്യൻസി 30 × 2 ആണ്. അപ്പോൾ 2 കിട്ടും. നമ്മുടെ ബോയിൻ്റെ എഫിഷ്യൻസി 1 ആയിരിക്കും, കാരണം 60 ആണ് LCM എടുത്ത്. അപ്പോൾ ഇതാണ് എഫിഷ്യൻസി 3, 2, 1. നമുക്കത് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന പഴയ എഫിഷ്യൻസി മെത്തേഡ് വെച്ച് 20, 30, 60 എഴുതി LCM എടുത്ത് ആ രീതിയിൽ എഴുതുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്നു 3, 2, 1 എന്ന് എഴുതി. ഓക്കെ, നമുക്ക് എഫിഷ്യൻസി കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബോയ്സ് മസ്റ്റ് അസിസ്റ്റ്? 2 മെൻ ഉണ്ട്, 8 വുമൺ ഉണ്ട് അല്ലേ. കംപ്ലീറ്റ് എത്ര? ഈ വർക്ക് എത്ര ദിവസം കംപ്ലീറ്റ് ആണ്? 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാണ്? LCM എടുത്ത് 60 ആണ്. ടോട്ടൽ വർക്ക് 60 ആണ് അല്ലേ. ഈ 60 വർക്ക് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയായിരിക്കും? അവർ ഒരു ദിവസം ചെയ്യേണ്ട വർക്ക് എത്രയാണ്? 2 ദിവസം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കമ്പൈൻഡ് എഫിഷ്യൻസി 30 ആയിരിക്കണം അല്ലേ. 30 ആയിരിക്കണം കമ്പൈൻഡ് എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടിക്കഴിഞ്ഞാൽ 30 കിട്ടണം കമ്പൈൻഡ് എഫിഷ്യൻസി അല്ലേ. അപ്പോൾ 2 മെൻ ഉണ്ട്. 2 മെൻ എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി എത്ര? 2 × 3 6 വന്നു. പ്ലസ് അടുത്തത് 8 വുമൺ ഉണ്ട്. 8 വുമൻ്റെ എഫിഷ്യൻസി 2. അപ്പോൾ 8 × 2 16 ആയി അല്ലേ. 16 6 22 ആയി. ഇപ്പം ഇനി എത്ര വേണം? എത്ര കൂടെ വേണം? 8 വേണം അല്ലേ. 30 എത്താൻ 8 വേണം. ബോയ്സിൻ്റെ എഫിഷ്യൻസി 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ബോയ്സിനെ വേണം? 8 ബോയ്സിനെ വേണം. സോ ടോട്ടൽ 8 ബോയ്സിനെയാണ് നമുക്ക് ആവശ്യം. ഈ ടോട്ടൽ വർക്ക് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ 8 ബോയ്സ് അസിസ്റ്റ് ചെയ്യണം. എത്ര ബോയ്സ്? 8 ബോയ്സ് അസിസ്റ്റ് ചെയ്യണം. ഇഫ് ഇൻ ദ കേസ് നമുക്ക് തന്നിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ബോയുടെ എഫിഷ്യൻസി 2 ആണെന്ന് വിചാരിക്കുക. 2 ആണെങ്കിൽ എത്ര ബോയ്സ് വേണമായിരുന്നു? 8 എത്താൻ 4 ബോയ്സ് മതി അല്ല. ആ കേസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 4 ബോയ്സ് മതി ആ 8 എന്ന നമ്പർ കൊടുക്കാൻ വേണ്ടി, എഫിഷ്യൻസി കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡായിരുന്നു. അത് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആദ്യം 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ 6ാമത്തെ ക്വസ്റ്റ്യൻ? എ man is twice as fast as a woman and a woman is twice as fast as a boy in doing a work. If all of them, a man, a woman and a boy, can finish the work in 7 days, in how many days the boy will alone that complete the work? അല്ലേ, എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഈ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? ബോയുടെ എഫിഷ്യൻസി എത്രയാണോ അതിൻ്റെ ഡബിളാണ് ആരുടെ എഫിഷ്യൻസി? വുമൻ്റെ എഫിഷ്യൻസി. വുമൻ്റെ എഫിഷ്യൻസി എത്രയാണോ അതിൻ്റെ ഡബിളാണ് മാൻ്റെ എഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ബോയുടെ എഫിഷ്യൻസി ചുമ്മാ B = 1 എന്നെടുത്തു. B 1 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ വുമൻ്റെ എഫിഷ്യൻസി ആയിരിക്കും 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാൻ്റെ എഫിഷ്യൻസി എത്ര? 4. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി എത്ര കിട്ടി? 4, 2, 1 എന്ന് കിട്ടി അല്ലേ. 4, 2, 1 എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അത് ഓൾ ഓഫ് ദം, അവരെല്ലാവരും ഒരുമിച്ച്, ഒരു മാൻ, എ വുമൺ ആൻഡ് എ ബോയ് ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 7 days. അപ്പോൾ അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയായിരിക്കും? 4 + 2 + 1 7 കമ്പൈൻഡ് എഫിഷ്യൻസി. ഈ കമ്പൈൻഡ് എഫിഷ്യൻസി വെച്ചിട്ട് 7 ദിവസം കൊണ്ട് അവർക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു ടോട്ടൽ കമ്പൈൻഡ് എഫിഷ്യൻസി വിൽ ബി ഗിവ് ദ ടോട്ടൽ വർക്ക് അല്ലേ. 49 അപ്പം ടോട്ടൽ വർക്ക് എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ ഹൗ മെനി ഡേയ്സ് ബോയ്സ് വിൽ ഡു ഇറ്റ് അലോൺ? ഈ ടോട്ടൽ വർക്ക് ബോയ്സ് ഒറ്റക്കാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ബോയ്സിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 1 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ വർക്കിനെ അവരുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര ദിവസം കിട്ടും? 49. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 49. ബോയ് ഒറ്റക്കാണെങ്കിൽ 49 ദിവസം വേണം ഈ വർക്ക് ചെയ്യാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വുമൺ ഒറ്റക്കാണ് ഈ വർക്ക് ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ എങ്ങനെ വരും? 49 ടോട്ടൽ വർക്ക് /2 എന്ന് വരും. 49/2 ആയിരിക്കും വുമൺ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ദിവസം. ഇനി മാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണെങ്കിലോ 49 എഫിഷ്യൻസി 4 ചെയ്യണം. അപ്പോൾ 49/4 ആയിരിക്കും. മാൻ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഈ ഇത്ര ദിവസം വേണം. അപ്പോൾ നമ്മൾ എഫിഷ്യൻസി എത്രയാണോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്കത് 49 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ക്വസ്റ്റ്യൻ നോക്കാം. എ 10 hectare field is reaped by 2 men, 3 women and 4 children together in 10 days. ഇതാണ് നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ്. ഇഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് മാൻ, വുമൻ ആൻഡ് ചൈൽഡ് ആർ ദ റേഷ്യോ 5:4:2, then 16 hectare field will reaped by 6 men, 4 women and 7 children എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് അറിയേണ്ട ആവശ്യം, ആദ്യം അറിയേണ്ട കാര്യം ഈ റേഷ്യോ എന്താണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായി. അത് നമുക്ക് അറിയാമെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യും. ഞാൻ ആദ്യം അതിൻ്റെ ഒരു ബേസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാം. 5:4:2 എന്ന റേഷ്യോയുടെ മീനിങ് എന്താണ് ആക്ച്വലി? 5:4:2. ഇതിൻ്റെ മീനിങ് എന്താണ്? 5:4:2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്നാളുടെ റേഷ്യോ 5:4:2 എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ആ വാല്യൂ 5:4:2 ആവണമെന്നില്ല. ഓക്കെ, അതായത് ഞാൻ ഈ നമ്പറിന് 10, 8, 4 ഈ 3 നമ്പർ നമുക്ക് 5:4:2 ആണെന്ന് പറയാം. കാരണം എന്താ? എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിൽ ഈ റേഷ്യോയിലേക്ക് എത്തും. അതുപോലെ 50, 40, 20 ഈ 3 നമ്പർ 5:4:2 എന്ന റേഷ്യോയിലാണ്. കാരണം എന്താണ്? ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ റേഷ്യോയിലേക്ക് എത്തും. അങ്ങനെ ആക്ച്വലി അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ റേഷ്യോ ഒന്ന് ഒരു നമ്പറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ 3 നമ്പറിനെയും ഒരു പർട്ടിക്കുലർ കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 5നെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് ഇത് കിട്ടി, ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് ഇത് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്തത്? ഈ റേഷ്യോനെ ഒരു നമ്പർ എക്സോ യുവോ യൂണിറ്റ് കൺസെപ്റ്റ് പറയാം. ഒരു യു കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു വാല്യൂ കിട്ടും. അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള വാല്യൂ, എഫിഷ്യൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:4:2 അതായത് ആക്ച്വലി അവരുടെ എഫിഷ്യൻസിയുടെ വാല്യൂ 5:4:2 എന്നല്ല. അത് എത്രയാവും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10, 8, 4 എന്ന നമ്പർ ആവാം, അല്ലെങ്കിൽ 50, 40, 20 എന്ന നമ്പർ ആവാം, അല്ലെങ്കിൽ 100, 80, 40 എന്ന നമ്പർ ആവാം. അത് ഈ ഒരു റേഷ്യോനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സാധനമാണ് അവരുടെ എഫിഷ്യൻസി. ഇതല്ല അവരുടെ എഫിഷ്യൻസി, പക്ഷേ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:4:2 ആണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അവരുടെ എഫിഷ്യൻസിനെ ഒരു യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5U, 4U, 2U ഇതാണ് അവരുടെ എഫിഷ്യൻസി ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, 5U, 4U, 2U ആണ്. അതിൽ നമ്മൾ എക്സ് എടുക്കാം. 5x, 4x, 2x അതാണ് അവരുടെ എഫിഷ്യൻസി എന്ന് ഞാൻ അസ്യൂം ചെയ്യും. ഇത് ഞാൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 2 men, 3 women and 4 children together doing 10 days. അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടൽ ഇത്ര എടുക്കുക. ടോട്ടൽ വർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. 2 men അല്ല, 2 × 5 10 യൂണിറ്റ് വരും, അല്ല 10x വരും. 10x എഫിഷ്യൻസി വന്നു. 3 women ആണ്, 3 × 4 12x വരും. നെക്സ്റ്റ് 4 ചിൽഡ്രൻ ആണ്, 2 ആണ് എഫിഷ്യൻസി, അല്ല 2 യൂണിറ്റ് ആണ്. അപ്പോൾ 8x വന്നു ഇൻറ്റു 10 അല്ലേ? ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് ടോട്ടൽ വർക്ക് എത്ര കിട്ടും? 10x + 12x 20x 30x അല്ലേ? അപ്പോൾ ടോട്ടൽ 300x ആണ് എന്തെന്ന് ടോട്ടൽ വർക്ക് എന്ന് പറയും. 300x ആണ് ടോട്ടൽ വർക്ക്. പക്ഷെ നമുക്ക് അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഈ 300x എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? നമ്മൾ ടോട്ടൽ വർക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത്ര 10 ഹെക്ടർ ഭൂമിയാണ് എന്ത് ചെയ്യുന്നത്? റീപ്പ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 300x എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ 10 ഹെക്ടറിന് ഈക്വൽ അല്ലേ? 10 ഹെക്ടറിന് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്താം? 300x ആണ്. 300x എന്ന് പറയുന്നത് എന്താണ്? 10 ഹെക്ടർ ആണെന്ന് പറയാം. 10 ഹെക്ടർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? 1/30 ഹെക്ടർ ആയിരിക്കും x എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൾറെഡി കുറച്ച് നമുക്ക് ചെയ്തു വന്നു കഴിഞ്ഞാൽ ഇത്ര ഡീപ്പായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇക്വേഷൻ തന്നെ നമുക്ക് ഡയറക്റ്റ് കണ്ടിട്ട് എക്സിൻ്റെ വാല്യൂ 1/30 ആണെന്ന് കിട്ടും. ഓക്കെ, അല്ല നമുക്ക് ഈ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് എത്തിയിട്ട് എക്സിൻ്റെ വാല്യൂ 1/30 ആണെന്ന് കിട്ടും. നമ്മൾ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 1/30 എന്നതിന് കിട്ടി. ഇത്ര 1/30 അത് നമ്മൾ ഓർത്ത് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 1/30 എന്ന് കിട്ടി അല്ലേ? ഇനി നമ്മൾ എന്താ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടോട്ടൽ വർക്ക് 16 ഹെക്ടർ നമുക്ക് റീപ്പ് ചെയ്യേണ്ടത്. എത്ര ആൾക്കാരുണ്ട്? 6 men, 4 women and 7 children ഉണ്ട്. അപ്പോൾ ഒരാളുടെ എഫിഷ്യൻസി മൾട്ടിപ്ലൈ 6 × 5 30 അല്ലെ 30x പ്ലസ് 4 × 4 16x പ്ലസ് 7 × 2 14x. അപ്പോൾ ടോട്ടൽ എത്രയായി? 30
30 60 അല്ലേ, 60 എക്സ് ആണ് നമുക്കിപ്പം ടോട്ടൽ എഫിഷ്യൻസി, കമ്പൈൻഡ് എഫിഷ്യൻസി. ഏത് കേസിൽ? ഈ കേസിൽ എത്രയാണ് ടോട്ടൽ വർക്ക്? നമുക്കറിയാം 16 ഹെക്ടർ ആണെന്ന് പറയാം. 16 ഹെക്ടർ. അപ്പോൾ 16 ഹെക്ടർ ആണ് എന്ത് ചെയ്യേണ്ടത്? റീപ്പ് ചെയ്യേണ്ടത്. എത്ര ദിവസം എടുക്കുന്നതാണ്? ഈ കമ്പൈൻഡ് എഫിഷ്യൻസിയോട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ. നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കിട്ടിയ എത്രയാണ്? 1/30 1/30 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എഫിഷ്യൻസി 6x എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് കിട്ടും അല്ലേ. അപ്പോൾ 16/2 ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ, അതായത് 8 ദിവസം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ റേഷ്യോൻ്റെ കൺസെപ്റ്റ് നമുക്ക് അറിയാത്ത, വളരെ ബിഗിനേഴ്സിനിൽ അറിയാത്തതായിരിക്കും, മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ റേഷ്യോ നമുക്ക് ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ ചാപ്റ്ററും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഈ യൂണിറ്റ് മെത്തേഡ് എക്സിൻ്റെ വാല്യൂ നമുക്ക് 1/30 കിട്ടും. ആ 1/30 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഈ റിലേഷൻ ഉണ്ടാക്കുന്നു, കമ്പൈൻഡ് എഫിഷ്യൻസിക്ക് റിലേഷൻ ഉണ്ടാക്കുന്നു, അതിൽ എക്സിന് വാല്യൂ കൊടുക്കുന്നു. അങ്ങനെ നമുക്കൊരു കമ്പൈൻഡ് എഫിഷ്യൻസിക്ക് ഒരു വാല്യൂ കിട്ടി. ആ വാല്യൂവിനെ നമ്മൾ ഈ ടോട്ടൽ വർക്കിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 8 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A and B, B and C can do a work in 12, 16 days respectively. ഓക്കെ, എയും ബിയും ഒരുമിച്ച് 12 ദിവസം കൊണ്ട് ചെയ്യും, ബിയും സി ഒരുമിച്ച് 14 ദിവസം കൊണ്ട് ചെയ്യും. ഇഫ് എ വർക്ക് ഫോർ 5 days and ബി വർക്ക് ഫോർ 7 days and after എ ഹാഡ് ലെഫ്റ്റ് സി ജോയിൻസ് ആൻഡ് കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് ഇൻ 13 days. അത് എ ആദ്യത്തെ 5 ദിവസം, ബി ആദ്യത്തെ 7 ദിവസം വർക്ക് ചെയ്തു. 5 ദിവസം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? സി വരുന്നത്. പിന്നെ സി 5 ദിവസം കഴിഞ്ഞിട്ട് 13 ദിവസം വർക്ക് ചെയ്തു. അങ്ങനെ അതാണ് ആദ്യത്തെ 2 സെൻറ്റൻസിൽ പറഞ്ഞത്. ദെൻ ഫൈൻഡ് സി കംപ്ലീറ്റ് ദ ജോബ് അല്ല, സി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സി അലോൺ ക്യാൻ ഡു ദ വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഓരോന്നിൻ്റെ എഫിഷ്യൻസി കണ്ടെത്താം. എ ആൻഡ് ബി, എ ബി ഒരുമിച്ചാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? ഇപ്പോൾ പറഞ്ഞത് പ്രകാരം എ ബി എത്ര ദിവസം കൊണ്ട് ചെയ്യും? എ ബി 12 ദിവസം കൊണ്ട്, ബി സി എത്ര ദിവസം കൊണ്ട്? 16 ദിവസം കൊണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും എടുത്ത ടോട്ടൽ വർക്ക് 48 അല്ലേ. ഇതിൻ്റെ LCM എടുത്താൽ 48 കിട്ടും. എഫിഷ്യൻസി 4ഉം എഫിഷ്യൻസി 3ഉം കിട്ടും. എ ബിയുടെ എഫിഷ്യൻസി 4ഉം ബി സിയുടെ എഫിഷ്യൻസി 3ഉം കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിൽ നമ്മൾ പറഞ്ഞ പോലത്തെ ഡൗട്ടില്ല. നെക്സ്റ്റ് കേസ്, എ വർക്ക് ഫോർ 5 days ആൻഡ് ബി വർക്ക് ഫോർ 7 days. അപ്പോൾ ആദ്യത്തെ 5 ദിവസം എയും ബിയും ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ആദ്യത്തെ 5 ദിവസം എയും ബിയും ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇപ്പോൾ 48 വർക്കാണ് ടോട്ടൽ. അത് ആദ്യത്തെ 5 ദിവസം എ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? നമുക്കറിയാം 4 ആണ്. അപ്പോൾ ആദ്യത്തെ 5 ദിവസം എത്ര വർക്ക് ചെയ്തു? 5 × 4 20 വർക്ക് ചെയ്യുന്നു. ആര്? എയും ബിയും കൂടെ ഒരുമിച്ച്. ബി പിന്നെ 2 ദിവസം കൂടെ വർക്ക് ചെയ്തു അല്ലേ. ബി 2 ദിവസം കൂടെ വർക്ക് ചെയ്തു. എ പോയി കഴിഞ്ഞ സമയത്ത് ആര് വന്നു? സി വന്നു. സോ സി പിന്നെ 13 ദിവസം വർക്ക് ചെയ്തു. അപ്പം ബിയും സിയും കൂടെ എത്ര ദിവസം വർക്ക് ചെയ്തു? 2 ദിവസം ബിയും സിയും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ബിയും സിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. അപ്പോൾ അവർ 2 പേരും കൂടെ ആ 2 ദിവസം എത്ര വർക്ക് ചെയ്തു? 2 × 3 അല്ലേ, 2 × ഈ 3. അപ്പോൾ ടോട്ടൽ 6 വർക്ക് ചെയ്തു. അങ്ങനെ 26 വർക്ക് 7 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു. ബാക്കി എത്ര വർക്ക് ഉണ്ട്? ടോട്ടൽ 48 ആണ്. 26 പോയി കഴിഞ്ഞാൽ ബാക്കി 22 വർക്ക് ഉണ്ടല്ലോ. ബാക്കി 22 വർക്ക് ഉണ്ട്. ഈ 22 വർക്ക് എത്ര ദിവസം കൊണ്ടാണ് സി ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്തത്? 13 ആണ് ടോട്ടൽ വർക്ക് ചെയ്തത്. 2 ദിവസം ബിയുടെ കൂടെ വർക്ക് ചെയ്തു. ബാക്കി എത്ര ദിവസം ഉണ്ട്? 11 ദിവസം കൊണ്ട് ഈ വർക്ക് ആര് കംപ്ലീറ്റ് ചെയ്തു? ഒറ്റയ്ക്ക് സി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ സിയുടെ എഫിഷ്യൻസി നമുക്ക് എത്ര കണ്ടുപിടിക്കാം? 22 / 11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിൻ്റെ എഫിഷ്യൻസി എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സോ സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഈ 48 ടോട്ടൽ വർക്ക് ചെയ്യാൻ സി ഒറ്റക്കാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 48 / 2 = 24. സോ ആൻസർ 24 ആണ്. നമ്മളിപ്പോൾ എന്താ ചെയ്ത് വിടാം? ക്വസ്റ്റ്യൻ തന്നിട്ട് എയും ബിയും ഒരുമിച്ച് 12 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ബിയും സിയും ഒരുമിച്ചാണെങ്കിൽ 16 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ബിയുടെ എഫിഷ്യൻസി 4 എന്ന് കിട്ടി, ബി സിയുടെ എഫിഷ്യൻസി 3 കിട്ടി. ടോട്ടൽ വർക്ക് 48 അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ 5 ദിവസം എ ബി ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവരെത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും? 5 × 4 20. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. നെക്സ്റ്റ് 2 ദിവസം, അതായത് ബി 7 ദിവസമാണ് വർക്ക് ചെയ്തത്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം ബി വർക്ക് ചെയ്തു. എ പോയി കഴിഞ്ഞോടെ സി വന്നു. പിന്നെ സി 13 ദിവസം വർക്ക് ചെയ്തു. അപ്പം ബിയും സിയും കൂടെ ഒരുമിച്ച് എത്ര ദിവസം ഉണ്ടായി? 2 ദിവസം ഉണ്ടായി. ആ 2 ദിവസം ബി സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണെന്ന് അറിയാം. അപ്പോൾ ആ 2 ദിവസം വർക്ക് ചെയ്ത് എത്രയാണ്? 2 × 3 6. അങ്ങനെയാണ് നമുക്ക് 26 എന്ന് കിട്ടിയത്. ടോട്ടൽ വർക്ക് എത്രയാണ്? 48. അപ്പോൾ ഇനി റിമൈനിങ് എത്ര വർക്ക് ഉണ്ട്? 48 - 26 എത്ര? 22 ആണ് ഇനി റിമൈനിങ് വർക്ക് ഉള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്
സി വന്നതിന് ശേഷം 13 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 2 ദിവസം സി ആരുടെ കൂടെ വർക്ക് ചെയ്തു? ബിയുടെ കൂടെ വർക്ക് ചെയ്തു. ബാക്കി 11 ദിവസം ഉണ്ട്. ഈ 11 ദിവസം കൊണ്ട് 22 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സിയുടെ എഫിഷ്യൻസി എത്ര? 22 ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് 11 കിട്ടിക്കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും അല്ലേ? 2 എന്ന് കിട്ടി. 2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ടോട്ടൽ വർക്ക് 48 ടോട്ടൽ വർക്ക് സി എത്ര ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. 48/2 എത്ര കിട്ടി? 24 കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ബി എത്ര ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരുന്നെങ്കിലോ? സിയുടെ എഫിഷ്യൻസി 2 കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? ബി സി 3 ആണ്, സി 2 ആണ്. അങ്ങനെയാണ് ബി 1 ആയിരിക്കും. അപ്പം 48/1 48 ദിവസം ഒറ്റയ്ക്ക് ബി ഈ പണി തീർക്കും. ബിയുടെ എഫിഷ്യൻസി നമുക്ക് 1 എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? എ ബി 4 ആണ്, ബി 1 ആണ്, എ 3 ആണ്. അങ്ങനെയാണെങ്കിൽ 48 വർക്ക് 3 എഫിഷ്യൻസിയുള്ള എ എത്ര ദിവസം കൊണ്ട് തീർക്കും? 48/3 16 ദിവസം കൊണ്ട് എ ഒറ്റയ്ക്ക് തീർത്തേനെ. നമ്മുടെ ക്വസ്റ്റ്യൻ സീൻ്റെ മാത്രമാണ്. നമുക്ക് സീൻ്റെ 48/2 24 ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഈ ഒരു മോഡൽ ചെയ്യുന്ന പരിപാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഒരു ടയർ 2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടയർ 1 ലെവലിൽ ഇത്ര ടഫ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ടയർ 2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തി അല്ല, കുറച്ച് ടഫ് ആയിട്ടുള്ളത്, കമ്പാരിറ്റീവ്ലി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? 3 men A, B, C complete the work in such that A work for all the day. 3 പേര് ചെയ്ത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. എ എല്ലാ ദിവസവും വർക്ക് ചെയ്തു. ബി ആദ്യത്തെ 2 ദിവസം മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ മാത്രമേ ആര് വർക്ക് ചെയ്തുള്ളൂ? ബി വർക്ക് ചെയ്തുള്ളൂ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ. ഓക്കെ, സി വർക്ക് ഫോർ 3rd, 4th, 5th. അപ്പോൾ ആകെ 5 ദിവസമാണ് വർക്ക് നടന്നത്. ആദ്യത്തെ 2 ദിവസം എയും ബിയും കൂടെ വർക്ക് ചെയ്തു. അടുത്ത 3 ദിവസം എയും സിയും കൂടെ വർക്ക് ചെയ്തു. അതാണ് പരിപാടി. ഓക്കെ, എ എല്ലാ ദിവസവും വർക്ക് ചെയ്തു. ഇഫ് ബി ആൻഡ് സി, ബിയും സിയും ക്യാൻ ഡു ആസ് മച്ച് വർക്ക് ആസ് 2 days ആസ് എ അലോൺ ഇൻ 3 days. അതായത് ബിയും സിയും ഒരുമിച്ച് 2 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് എ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത്? 3 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ഈ റിലേഷൻ എന്താ തന്നിട്ടുള്ളത്? നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് എഫിഷ്യൻസി കിട്ടാനുള്ള വേണ്ടിയാണ് ആ സാധനം തന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ എന്തൊക്കെ എഫിഷ്യൻസി കിട്ടുക? എൻ്റെ എഫിഷ്യൻസിയും ബി ആൻഡ് സിൻ്റെ കമ്പൈൻഡ് എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു സെൻറ്റൻസിൽ കിട്ടും. നോക്കാം നമുക്ക്. അതിന് പിന്നെ അടുത്ത ലൈൻ കൂടെ നമുക്ക് വായിക്കാം. ഇൻ ഹൗ മെനി ഡേയ്സ് എ ബി സി എലോൺ ക്യാൻ ഡു ദ വർക്ക്. എക്കും ബിക്കും സിക്കും ഓരോന്നും എലോൺ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അടുത്ത് നമുക്ക് ടോട്ടൽ വർക്ക് കാണാൻ വേണ്ടി ഒരു ഹിൻറ്റും കൂടെ അവസാന സെൻറ്റൻസ് തന്നിട്ടുണ്ട്. എന്താണ്? ഇഫ് ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് ദ ഹോൾ വർക്ക് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ ഇൻ 6 days. അത് ബിയും സിയും മാത്രമേ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ വർക്ക് 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും. എ കൂടി വരുന്ന സമയത്ത് അത് 5 ദിവസമായിട്ട് ചുരുങ്ങും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? പോവാം. ആദ്യം എന്ത് ചെയ്യുന്നു? ബി സി ആൻഡ് എ അത് തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. അതിനെ വെച്ച് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഓക്കെ, എന്താണ് എഫിഷ്യൻസി? ബി സി 2 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് എ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നത്? എ 3 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. വിച്ച് മീൻസ് എയുടെ എഫിഷ്യൻസി 2 എന്നും ബി സിയുടെ എഫിഷ്യൻസി 3 എന്ന് കിട്ടും. ഓക്കെ, എയുടെ എഫിഷ്യൻസി 2 ബി സിയുടെ എഫിഷ്യൻസി 3. അതായത് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇല്ലാത്തതാണ് എൻ്റെ എഫിഷ്യൻസി. നമ്മൾ റേഷ്യോ എടുക്കില്ല. ബി സി ബൈ എ ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. ബി സിയുടെ എഫിഷ്യൻസി 3 എന്നും എൻ്റെ 2 എന്നും കിട്ടും. നമ്മൾ റേഷ്യോ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനെ കിട്ടിയാൽ തന്നെ എൻ്റെ എഫിഷ്യൻസി 2 ആണെന്നും ബി സിയുടെ എഫിഷ്യൻസി 3 ആണെന്നും ഡയറക്റ്റ് നോക്കിയിട്ട് എഴുതുക. അപ്പോൾ എൻ്റെ എഫിഷ്യൻസി 2, ബി സിൻ്റെ എഫിഷ്യൻസി 3. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് എന്തിനാണ്? ബി സിൻ്റെ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അവസാന സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ബിയും സിയും മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 6 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ കമ്പൈൻഡ് എഫിഷ്യൻസി 3 എന്ന് കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? 6 × 6 × 3 എത്ര കിട്ടും? 18. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് എത്ര കിട്ടി? 18 എന്ന് കിട്ടി. ടോട്ടൽ വർക്ക് 18 എന്ന് കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? നമുക്ക് ടോട്ടൽ വർക്ക് ഇപ്പോൾ 18 ചെയ്യുന്നത്. 18 ചെയ്യുന്നത്. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 2. ബി സിയുടേത് 3. ബി സിയുടെ എഫിഷ്യൻസി 3. നമുക്ക് 18 ടോട്ടൽ വർക്ക്. ഇത്രയാണ് നമുക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ എല്ലാ ദിവസവും വർക്ക് ചെയ്തു അല്ലേ? എ 5 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ അത് ടോട്ടൽ വർക്ക് ചെയ്തു എ മാത്രം. എഫിഷ്യൻസി 2. 5 ദിവസം വർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് 10 അല്ലേ? 10 വർക്ക് ചെയ്തു. ഇനി നോക്കാം. ബി 2 ദിവസം വർക്ക് ചെയ്തു. ആദ്യം
രണ്ടാമത്തെ ദിവസം അല്ലേ. നമുക്ക് ബീൻ്റെ എഫിഷ്യൻസി ഒറ്റയ്ക്ക് അറിയില്ല. സി 3 ദിവസം വർക്ക് ചെയ്തു, 3, 4, 5 അങ്ങനെ 3 ദിവസം വർക്ക് ചെയ്തു. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ബി 2 ദിവസം വർക്ക് ചെയ്തു, സിയും 2 ദിവസം വർക്ക് ചെയ്തു. ഇനി ഇവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്തെങ്കിലും ഇതേ വർക്ക് അവർ കംപ്ലീറ്റ് ആക്കും അല്ലേ. അത് ബി ഏതോ 2 ദിവസം വർക്ക് ചെയ്തു, സി ഏതോ 2 ദിവസം വർക്ക് ചെയ്തു. ഇനി ഇവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്തെങ്കിലും ഇതേ ടോട്ടൽ വർക്കായിരിക്കും കംപ്ലീറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ബി സിനെ ഒരുമിച്ച് അങ്ങ് എടുക്കാം. കാരണം എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ കാരണം ബി സിൻ്റെ എഫിഷ്യൻസി നിനക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ബി സി 2 ദിവസം വർക്ക് ചെയ്യാനുള്ള എത്രയായിരിക്കും വർക്ക്, 2 × 3 6 വർക്ക് ബി സി കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്തുള്ളത്, സി 3 ദിവസം വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. നമ്മളിവിടെ 2 ദിവസത്തിനെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഇനി ഒരു ദിവസം സി ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. സി ഒരു ദിവസം ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സീൻ്റെ എഫിഷ്യൻസി അറിയാത്തതുകൊണ്ട് സീൻ്റെ എഫിഷ്യൻസി അറിയാതെ സി എന്ന് ഇട്ടു. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 16 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ആ 2 വർക്ക് സി ഒരു ദിവസം കൊണ്ടുള്ള തീർത്ത, കാരണം ടോട്ടൽ 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ ഒരു വർക്ക് സി എത്ര ദിവസം കൊണ്ട് തീർത്ത്, ഒരു വർക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, സീൻ്റെ എഫിഷ്യൻസി 2 കിട്ടി. സീൻ്റെ എഫിഷ്യൻസി 2 കിട്ടി. ക്ലിയർ ആണോ? എന്താ നമ്മളിപ്പോൾ ചെയ്തത് ഒന്നുകൂടെ നോക്കാം. ടോട്ടൽ വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 18 കിട്ടി. അത് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. 18 കിട്ടി. നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോകും. 5 ദിവസമാണ് എ വർക്ക് ചെയ്തത്. നമുക്ക് എൻ്റെ എഫിഷ്യൻസി 2 എന്നറിയാം അല്ലേ. എൻ്റെ എഫിഷ്യൻസി 2 എന്നറിയാം, ബി സിയുടെ എഫിഷ്യൻസി 3 എന്നും കൂടെ അറിയാം. ഓക്കെ, അപ്പോൾ എൻ്റെ എഫിഷ്യൻസി 2 ആണ്. 5 ദിവസം എ വർക്ക് ചെയ്തു. അപ്പോൾ 5 × 2 10 വർക്ക് ആര് ചെയ്തു, എ ചെയ്തു. ഇനി ഞാൻ ബീൻ്റെ കേസ് എടുക്കുക. ബി ആദ്യത്തെ 2 ദിവസമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. അതുപോലെ സി അവസാനത്തെ 3 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ 2 ദിവസം വർക്ക് ചെയ്ത സിയും ബിയും അവസാനത്തെ 2 ദിവസം വർക്ക് ചെയ്ത സിയും ഞാൻ ഒരുമിച്ച് എടുത്തു. അവരുടെ വർക്ക് ഞാൻ ഒരുമിച്ച് കൂട്ടി. കാരണം എന്താണ്, എനിക്ക് ബീൻ്റെയും സിൻ്റെയും കമ്പൈൻഡ് ആയിട്ട് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. സോ അവരെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ, 2 ദിവസം ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ എത്ര ഇതുണ്ടാക്കുമായിരുന്നില്ല, എത്രയായിരുന്നു ടോട്ടൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക, 2 × ഈ എഫിഷ്യൻസി. അപ്പോൾ എത്ര കിട്ടും, 6 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ സീൻ്റെ 2 ദിവസത്തെ കണക്ക് മാത്രമേ ഇവിടെ കൂട്ടിയിട്ടുള്ളൂ. ഒരു ദിവസത്തെ കണക്ക് ബാക്കിയുണ്ട്. ആ ഒരു ദിവസത്തെ കണക്ക് എത്രയായിരിക്കും, കാരണം 16 ഇപ്പം ആഡ് ചെയ്ത് കിട്ടിയത്. ടോട്ടൽ വർക്ക് 18 ഉള്ളൂ. സീന് ഒരു ദിവസം കൂടെ വർക്ക് ചെയ്യാണ്ട് ആ ഒരു ദിവസം വർക്ക് ചെയ്ത് എത്രയായിരിക്കും, 2 ആയിരിക്കും. എന്നാൽ മാത്രമേ ഇവിടെ കറക്റ്റ് ആയിട്ട് സീൻ്റെ എഫിഷ്യൻസി എത്രയായിരിക്കും, 2 ആയിരിക്കും. സീൻ്റെ എഫിഷ്യൻസി 2 ആണ്, എയുടെ എഫിഷ്യൻസിയും 2 ആണ്, ബി സി 3 ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും, 1 ആയിരിക്കും. ഇനി നമ്മൾ ഓരോ എഫിഷ്യൻസിനെയും 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. എ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും, 18 ÷ 2 9 എന്ന് കിട്ടും അല്ലേ. എ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും, 18 ÷ 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 18 ÷ 2 ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് എത്ര, 9 കിട്ടും. സിയുടെ എഫിഷ്യൻസിയും ഇത് തന്നെ ആയതുകൊണ്ട് സിയും എയും 9 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ തീർക്കുമായിരുന്നു. ബിയുടെ എഫിഷ്യൻസി 1 ആയതുകൊണ്ട് 18/1 പറയുന്നത് 18 കിട്ടും. സോ എയും ബിയും ഒറ്റയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ എയും സിയും, എ ഒറ്റയ്ക്ക് സി ഒറ്റയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ 9 ദിവസം എടുക്കുമായിരുന്നു. ബി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ 18 ദിവസം എടുക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ലെവലിലെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ: എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 40% ലെസർ ടൈം ദാൻ സി, വൈൽ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് ഇൻ 60% lesser time than A. If they together can complete the whole work in 20 days, then in how many days will they alone? ഓരോ ആളും എലോൺ എത്ര ദിവസം കൊണ്ട് ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, ആദ്യം പേഴ്സൻറ്റേജ് തന്നിട്ടുള്ളത് അല്ലേ, ടൈമിൻ്റെ പേഴ്സൻറ്റേജ് ആണ്. അതായത് ഇപ്പം നമ്മൾ ആദ്യത്തെ കേസ് എടുക്കുക, എ ആൻഡ് ബി ടുഗദർ ഒരു ഒരുമിച്ച കേസ് എ ബിൻ്റെ കേസും, അതുപോലെ സീൻ്റെ കേസ് നമ്മൾ ആദ്യത്തെ ഒരു കേസ് എടുക്കാം. ഇപ്പോൾ ടൈമിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, എത്രയാണ്, സി വർക്കിൻ 40% ലെസ് ദാൻ ടൈം ദാൻ സി. അപ്പോൾ സി 10 അവർ എടുക്കുകയാണെങ്കിൽ, 10 അവർ ഒരു പണി എടുക്കുകയാണെങ്കിൽ എ ബി എത്ര അവർ മാത്രമേ എടുക്കുന്നുള്ളൂ, 40% കുറവാണെന്ന് അല്ലേ. 10ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 4ആണ്, 10% കുറവാണെന്ന്. അപ്പോൾ 6 അവർ മാത്രമേ ആരെടുക്കുന്നുള്ളൂ, എ ബി എടുക്കുന്നുള്ളൂ. ഒന്നാമത്തെ കേസ്. അതേപോലെ ഈ ടൈമും നമ്മൾ പറഞ്ഞപ്പോൾ ടൈമും എഫിഷ്യൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് അല്ലെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അതായത് നമുക്കിവിടെ 10 ആണ് സിയുടെ ടൈം, എ ബിയുടെ ടൈം 6 ആണെങ്കിൽ അവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇത് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. അതായത് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6ഉം എ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും,
10 ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര കിട്ടും, സി ഡെഫിഷ്യൻസി 3 എന്നും എ ബി ഡെഫിഷ്യൻസി എത്ര എന്ന് കിട്ടി, 5 എന്നും കിട്ടും. ഓക്കെ, സി ഡെഫിഷ്യൻസി 3 എ ബി ഡെഫിഷ്യൻസി 5. ഇതാണ് നമ്മുടെ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എടുക്കാം. ബി സി ക്യാൻ കംപ്ലീറ്റ് ഇൻ 60% ലെസർ ദാൻ എ. അപ്പോൾ എയുടെ എഫിഷ്യൻസി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ടൈം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്, വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 10 അവർ ആണെങ്കിൽ ബി സി 60% കുറവെന്ന് പറയും. 10ൻ്റെ 60% എന്ന് പറയുന്നത് 6 ആണ് അല്ലേ, അത്രയും കുറവാണ്. അങ്ങനെയാണെങ്കിൽ ബി സി എത്ര മണിക്കൂർ കൊണ്ടായിരിക്കും, 4 മണിക്കൂറായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫിഷ്യൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും, 4 ആയിരിക്കും. ബി സിയുടെ എഫിഷ്യൻസി 10 ആയിരിക്കും. നമുക്കിത് നേരത്തെ പറഞ്ഞാൽ വെട്ടിച്ചുരുക്കാം. എ 2 ബി സി എത്രയായിരിക്കും, ബി സി 5 ആയിരിക്കും. നമ്മൾ ഈ അവസാനത്തെ ഈ ഒരു കോളം മാത്രം കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാണ്, ഈ ഒരു ബോക്സ് എ 2 ബി സി 5 സി 3 എ ബി 5. ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക, എ ബി സിയുടെ ടോട്ടൽ എഫിഷ്യൻസി ആണ്. അത് ഈ കേസ് എത്ര കിട്ടുന്നത്, 8 ആണ് കിട്ടുന്നത്. 5 + 3 8 ആണ്. ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ എ 2 ബി സി 5 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക, 7 ആണ് കിട്ടുന്നത്. കമ്പൈൻഡ് എഫിഷ്യൻസി എ ബി സി വരും, അത് 7 ആണ് കിട്ടുന്നത്. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല, 1 7 1 8 വരാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഈക്വൽ ആക്കണം. എങ്ങനെയാണ് ഈക്വൽ ആക്കുക, ഇവിടുത്തെ ഈ ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്യും, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഏത് 8, ഇതിൻ്റെ 8 കൊണ്ട്, ഇപ്പുറത്തെ 8 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തിന് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 7 കിട്ടുന്നവർക്ക് 8 കൊണ്ടും 8 കൂട്ടിയ കിട്ടുന്നവർക്ക് 7 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എന്താ വരുമോ, എഫിഷ്യൻസി എന്താ മാറ്റം വരുമോ നോക്കാം. ഓക്കെ, അതായത് എ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ എ 2 എന്ന് എഴുതി. എ 2 ബി സി 5 ആണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്താണ്, സി 3 എ ബി എത്ര 5. ഇതാണ് നമ്മൾ 2 കേസിലെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് കൂട്ടിക്കഴിഞ്ഞ് 7 കിട്ടുക, ഇപ്പുറം 8 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിനും ഈക്വേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമ്മിൻ്റെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ഈ ഒരു ഭാഗത്തിന് നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഈ ഒരു ഭാഗത്തിന് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ കിട്ടുക, അപ്പം ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ എൻ്റെ എഫിഷ്യൻസി എത്ര വരും, 8 2 16 വരും. ബി സിയുടെ എഫിഷ്യൻസി എത്ര വരും, 8 5 40 വരും. ആഡ് 56. ഓക്കെ, ഞാൻ ഇതിനെ സീനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സീൻ്റെ എഫിഷ്യൻസി 3 21 വരുന്നു. എ ബിയുടെ എഫിഷ്യൻസി എത്ര വരും, 7 5 35 വന്നു. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയേ, എ പ്ലസ് ഈ ഒരു ഭാഗം ആഡ് കഴിഞ്ഞാൽ എ ബി സി അല്ലേ, LHS 25 35 56 കിട്ടും. ടോട്ടൽ 56 കിട്ടും. ഇനി ഇവിടെ ആഡ് ചെയ്ത് നോക്കാം. എ 16 ബി സി 40 40 16 56 കിട്ടും. അപ്പോൾ നമുക്ക് ആ റിലേഷൻ കറക്റ്റ് അല്ലേ, എ ബി സി 56 ഈ എ ബി സിയും 56. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡയറക്റ്റ് എന്തൊക്കെ കിട്ടി, എയുടെ എഫിഷ്യൻസി 16 എന്ന് കിട്ടി. ബിയുടെ എഫിഷ്യൻസി എത്ര കിട്ടി, 21. എ എഫിഷ്യൻസി 16 ബി സി 21 കിട്ടി. ടോട്ടൽ എത്ര കിട്ടുക, 56 കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിയുടെ എഫിഷ്യൻസി നമുക്ക് കാണാമല്ലോ, എ 16 ബി 21 സി 21. അപ്പോൾ ടോട്ടൽ 37. ബാക്കി എത്രയുള്ള 19 ആണ്. ബിയുടെ എഫിഷ്യൻസി 19 ആയിരിക്കും. ഓക്കെ, 16 19 21. അപ്പോൾ നമുക്ക് മൂന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എഫിഷ്യൻസി കിട്ടി. ഓക്കെ, ക്ലിയർ. ഇതുവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. എന്ന് പറഞ്ഞു എഫിഷ്യൻസി നമ്മൾ എത്ര എഴുതിയത്, എഫിഷ്യൻസി കിട്ടിയത് എയുടെ എഫിഷ്യൻസി 16, ബിയുടെ എഫിഷ്യൻസി 19, സിയുടെ എഫിഷ്യൻസി 21 അല്ലേ. നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ടോട്ടൽ വർക്ക് കാണാം. അതെങ്ങനെ ടോട്ടൽ വർക്ക് കാണാം, അതിന് തന്നിട്ടുണ്ട്. ഇഫ് ദേ ടുഗദർ ക്യാൻ കംപ്ലീറ്റ് ദ ഹോൾ വർക്ക് 20 ദിവസം. ഇവർ 3 പേരും ഒരുമിച്ച് വർക്ക് കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ എഫിഷ്യൻസിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വർക്ക് കിട്ടും. എത്ര കമ്പൈൻഡ് എഫിഷ്യൻസി 16 21 19 56. അപ്പോൾ 56 ഇൻറ്റു 20 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. 56 ഇൻറ്റു 2 112 1120 ആണ് ടോട്ടൽ വർക്ക്. ഈ 1120 ആണ് ടോട്ടൽ വർക്ക്. ഓരോ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി കൊണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്, ഓരോന്നിനും വേണ്ട നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 1120 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആര് കിട്ടും, എ ചെയ്യേണ്ട ഡേയ്സ് കിട്ടും. 1120
19 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ ബി ചെയ്യേണ്ട ദിവസം അല്ലെ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കിട്ടും. സി 21 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 1120 21 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സി ഒറ്റയ്ക്ക് എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യുക എന്ന രീതിയിലും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഈ മെത്തേഡ് ഒന്ന് പഠിച്ചു വെക്കാം. ഇത്തരം ക്വസ്റ്റ്യൻസ് ടയർ 2 ചോദിക്കാം, ടയർ 1 ടഫ് ഷിഫ്റ്റിലും ഈ ലെവലിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യനിൽ ടയർ 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇത്തരം ക്വസ്റ്റ്യനിൽ മാറ്റി വെക്കുക. അവസാനം ടൈം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതിനാണ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യണം. എന്നാൽ മാത്രം ഇത്തരം ക്വസ്റ്റ്യൻസ് കുറച്ച് ടൈം എടുത്താലും ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം എന്ന് പറയുന്നത് മാക്സിമം 1.5 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ABC അലോൺ ചെയ്യുന്നത് എത്രയാണെന്ന് കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ടയർ 2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഫാക്ടറി ദർ ആർ 3 ഷിഫ്റ്റ് ഓഫ് വർക്ക് ഫോർ എ ഡേ. ഡ്യൂറിംഗ് 3 ഷിഫ്റ്റ് ദ ആവറേജ് വർക്കിംഗ് എഫിഷ്യൻസി ഓഫ് ദ വർക്കേഴ്സ് ഈസ് 80, 70, 50 റെസ്പെക്റ്റീവ്ലി. എ കംപ്ലീറ്റ് ഇൻ 60 days by the group working in first shift. If the work is done in all the shift, then how many days less are required to complete the work? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു ഡയറക്റ്റ് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, എഫിഷ്യൻസി നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 3 ഷിഫ്റ്റിലായിട്ട് പണി നടക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓരോ ഷിഫ്റ്റിനും എഫിഷ്യൻസി തന്നിട്ട് എത്രയാണ്, 80, 70, 50 അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഫിഷ്യൻസി എത്ര കിട്ടും, ഒന്നാമത്തെ ഷിഫ്റ്റിൻ്റെ 8. നമുക്ക് എന്താ ഈ ക്യാൻസൽ ആവും അല്ലേ, ഈ കോമൺ ആയിട്ടുള്ള ക്യാൻസൽ ആവും. പെർസെൻറ്റേജ് കട്ടായി 10, 0 കട്ടായി ബാക്കി അത് വരും 8, 7, 5. ഇതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്, ഓരോ ഷിഫ്റ്റിലെ എഫിഷ്യൻസി. ക്വസ്റ്റ്യൻ എന്നിട്ട് എന്താണ്, 60 ദിവസങ്ങൾ ഒരു ഷിഫ്റ്റിൽ മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എത്രയായിരിക്കും നമ്മൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഷിഫ്റ്റിൻ്റെ എഫിഷ്യൻസി 8. അപ്പോൾ 8 ഇൻറ്റു എത്ര ദിവസം കൊണ്ട്, 60 ദിവസം കൊണ്ട്. 8 ഇൻറ്റു 60 എത്ര, 480 ആണ് നമ്മളെ ടോട്ടൽ വർക്ക് എന്ന് പറയും. ക്വസ്റ്റ്യൻ എന്താണ്, 3 ഷിഫ്റ്റിലും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 3 വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് എഫിഷ്യൻസി ആയിരിക്കും നേരം 8 + 7 + 5 എത്ര, 20 കിട്ടും അല്ലേ, 20 കിട്ടും. അപ്പോൾ ഈ വർക്ക് എത്ര ദിവസം കുറച്ച് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും വർക്ക്, 480 / 20 എത്ര, 24. 24 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, എത്ര ദിവസം, ഹൗ മെനി ഡേയ്സ് ലെസ് ആർ റിക്വയർഡ് എന്നാണ്. ആക്ച്വലി 24 ദിവസമാണ് വേണ്ടത്, 60 ദിവസമാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര ദിവസം കുറഞ്ഞു, 60 - 24 ആൻസർ എത്ര, 36. അപ്പോൾ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുക 24 ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, എത്ര ദിവസം കുറച്ചെടുത്തു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 60 നിന്ന് 24 കുറച്ചിട്ട് 36 എടുക്കണം. 36 ആയിരിക്കും നമ്മുടെ ആൻസർ. ആദ്യത്തെ ഓപ്ഷൻ 24. നമുക്ക് ഈ 24 കിട്ടിയാൽ തന്നെ ഓൺ ദ സ്പോട്ട് നമ്മൾ ആ ഓപ്ഷൻ ടിക്ക് ചെയ്യും. അത് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. ഇവിടെ ഒന്നുമില്ല, നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ABC 3 ആൾക്കാർ എന്ന് പറയുന്നതിന് പകരം ഇവിടുത്തെ എന്ന് പറഞ്ഞു 3 ഷിഫ്റ്റ് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A and B alone complete a work in 12 days, 3 days more respectively than A and B taken together. എയും ബിയും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഈ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ദിവസം, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസത്തിനേക്കാൾ 12 ദിവസം കൂടുതലാണ് ആരെടുക്കുന്നത്, എ എടുക്കുന്നത്. എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ എ ആൻഡ് ബിയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന എത്ര ദിവസമാണോ അതിനേക്കാൾ 3 ദിവസം കൂടുതലാണ് ആരെടുക്കുന്നത്, ബി എടുക്കുന്നത്. അതാണ് ഇതിൻ്റെ മീനിങ്. ദെൻ ഫൈൻഡ് ഹൗ മെനി ഡേയ്സ് എ അലോൺ ഡസ് ദ വർക്ക്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ എന്ത് ചെയ്യുന്നു, എ ബി ഒരുമിച്ചിട്ടുള്ളത് എക്സ് ദിവസമാണ് കംപ്ലീറ്റ് ചെയ്യുന്ന എടുത്തു. എക്സ് ദിവസമാണ് കംപ്ലീറ്റ് ചെയ്യുന്ന എടുക്കും. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, എക്സ് പ്ലസ് അല്ലേ 12 ദിവസമായിരിക്കും. ബി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, എക്സ് പ്ലസ് 3 ദിവസമായിരിക്കും. എക്സ് ആരാണ്, ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് അതാണ് എക്സ് അല്ലേ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിന് എത്രയാണ് കൂടുതൽ, ഇതിന് എത്രയാണ് കൂടുതൽ അതാണ് തന്നിട്ടുള്ളത്. എക്സിനേക്കാൾ എത്ര കൂടുതലാണ്, 12 കൂടുതൽ. എക്സിനേക്കാൾ എത്ര കൂടുതൽ, 3 കൂടുതൽ. ഇത്തരം ക്വസ്റ്റ്യൻ ശരിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയുന്ന ഒരാൾക്ക് ഇത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 10-20 സെക്കൻഡ്, 10-20 സെക്കൻഡ് കൊണ്ട്, 20 സെക്കൻഡ് വേണ്ട 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ കണ്ടെത്താം. എന്നാൽ ഈ മെത്തേഡ് അറിയില്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും. സിമ്പിളാണ് പരിപാടി. ഇത് ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണെന്ന്, ഇതിൻ്റെ കൺവെൻഷൻ എങ്ങനെയാണ് പരിപാടി എന്ന് നോക്കണ്ട, ഇതങ്ങ് ഫോളോ ചെയ്താൽ മതി. എന്താ പരിപാടി,
ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 12 എക്സ് പ്ലസ് 3 ഈ രീതിയിൽ റേഷ്യോ എൻ്റെയും ബിൻ്റെയും കിട്ടിക്കഴിഞ്ഞാൽ എക്സ് കാണാനുള്ള മെത്തഡാണ് ഞാൻ പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 12 ഇൻറ്റു 3. ഏതാ 12 3? ഈ 12 ഈ 3 അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് എടുക്കുക. എത്ര കിട്ടുക? റൂട്ട് 36. എക്സിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ എലോൺ എത്ര സമയം എടുക്കുക? 6 പ്ലസ് 12 18 അവേഴ്സ് എടുക്കും. ബി എത്ര സമയം എടുക്കും? ബി എലോൺ ആണെങ്കിൽ 6 പ്ലസ് 3 9 അവേഴ്സ്. ആൻസർ കഴിഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ എ എലോൺ മാത്രമാണ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 18 അവേഴ്സ്. പരിപാടി കഴിഞ്ഞു. എന്താ ചെയ്തിപ്പം? നമ്മളെടുത്തു എ ബി എക്സ്. കാരണം എ ബിനെ ഡിപ്പെൻഡ്, എ ബി എത്ര സമയം എടുക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മറ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എ ബിനെ എക്സ് ആയിട്ട് എടുത്തത്. ആ എക്സിനേക്കാൾ 12 ദിവസം കൂടുതലാണ് എ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ആ എക്സിനേക്കാൾ 3 ദിവസം കൂടുതലാണ് ബി ഒറ്റയ്ക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യനിൽ 12 3 തന്നു കഴിഞ്ഞാൽ ഈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ രണ്ട് വാല്യൂസിനെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇവിടെ എക്സ് ഇപ്പം എക്സ് പ്ലസ് 9, ഇവിടെ എക്സ് പ്ലസ് 4 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? എക്സിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 ഇൻറ്റു 4 36 റൂട്ട് 6 വീണ്ടും 6 വരും. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ ആണെന്ന് വെച്ചാൽ ആ മെത്തേഡ് ഒന്ന് പഠിച്ചു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A, B, C working together can do a job in 6 hours less time than A alone did, 1 hour less time than B alone and half the time needed by C. In how many days will A finish the work alone? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എഫിഷ്യൻസി നമുക്ക് ഡയറക്റ്റ് കിട്ടും. അത് നമുക്ക് പറയാം. ഓക്കെ, എ ബി സി അല്ലേ, എ ബി സി ഒരുമിച്ച് എക്സ് ടൈമാണ് എടുക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ എത്ര സമയം എടുക്കുന്നത്? എക്സിനേക്കാൾ 6 അവർ കൂടുതൽ അല്ലേ? അതെ, നമുക്ക് എ ബി സി വർക്കിംഗ് ടുഗദർ ഡു എ ജോബ് 6 hours ലെസ് ദാൻ എ. അങ്ങനെയാണെങ്കിൽ എ എത്ര സമയം എടുക്കുക? എക്സിനേക്കാൾ 6 hours കൂടും. അപ്പോൾ എക്സ് പ്ലസ് 6 എന്ന് കിട്ടും. ബി എത്ര എടുക്കുക? എക്സ് പ്ലസ് 1 hour അല്ലേ? എക്സ് പ്ലസ് 1 hour. സി എത്ര എടുക്കുക? എക്സ് എ ബി സി എക്സ് ആണെങ്കിൽ സി എത്ര എടുക്കും? 2x എടുക്കും അല്ലേ? നേരെ ഡബിൾ ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എ ബി സി സീൻ്റെ ഹാഫാണ് എടുക്കുന്നുണ്ട്. ആൻഡ് ഹാഫ് ടൈം നീഡഡ് ബൈ സി എന്നാണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 2x ആയിരിക്കും. എക്സ് ആണെങ്കിൽ 2x ആയിരിക്കും. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താ? എ ബി സിൻ്റെ ടൈം എക്സ് ആണെങ്കിൽ സീൻ്റെ ടൈം എത്രയാണ്? 2x ആണ്. വിച്ച് മീൻസ് സിയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എ ബി സിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 2 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടൈമും എഫിഷ്യൻസി നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. സിയുടെ എഫിഷ്യൻസി നോക്കിയപ്പോൾ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. എ ബി സിയുടെ എഫിഷ്യൻസി 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ മാത്രം എഫിഷ്യൻസി എത്രയായിരിക്കും? എ ബിയുടെ മാത്രം എഫിഷ്യൻസി 2 എന്ന് ഒന്ന് കുറച്ചാൽ മതി. എത്ര? 1 എന്ന് കിട്ടും. എ ബിയുടെ മാത്രം എഫിഷ്യൻസി 1 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. നമുക്കിപ്പോൾ എന്താ വേണ്ടത്? ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ എ ഫിനിഷ് ദ ജോബ് എലോൺ? എ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? എക്സ് പ്ലസ് 6 ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ആ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ആ 6 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ ആൻസർ ആയി. അപ്പോൾ എക്സ് എങ്ങനെ കിട്ടും നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യം ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. സി 1 ആണ്, എ ബി 1 ആണ്, എ ബി സി 2 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. നമ്മൾ പറഞ്ഞ കാര്യം എ ബിയുടെ എഫിഷ്യൻസി 1, സിയുടെ എഫിഷ്യൻസി 1, വിച്ച് മീൻസ് രണ്ടിൻ്റെ എഫിഷ്യൻസി ഈക്വൽ ആണെങ്കിൽ അവ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമും എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും. സി എത്ര ടൈം എടുത്തത്? സി ഒറ്റയ്ക്ക് എടുത്തത് എത്രയാണ്? 2x ടൈമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ബി എടുക്കുന്ന സമയം എത്രയായിരിക്കും? എ ബി എടുക്കുന്ന സമയം 2x ആയിരിക്കും. എ ബി എടുക്കുന്ന സമയം എത്രയായിരിക്കും? 2x ആയിരിക്കും. കാരണം എന്താണ്? എ ബിയുടെ എഫിഷ്യൻസിയും സിയുടെ എഫിഷ്യൻസിയും ഈക്വൽ ആണ്, 1 ആണ് അല്ലേ? അപ്പോൾ സി 2x എടുത്തു കഴിഞ്ഞാൽ എ ബിയും എത്ര എടുക്കും? 2x എടുക്കും. ക്ലിയർ ആണ്? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എ എലോൺ എത്ര സമയം കൊണ്ട് ചെയ്യുന്നതാണ്. ആക്ച്വലി എ എത്ര സമയം കൊണ്ട് ചെയ്യും? എക്സ് പ്ലസ് 6 ആണ് എ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള
ടൈം എന്ന് പറയുന്നത്. ബിയോ x+1 നമ്മൾ ആദ്യം എഴുതിയ കാര്യം, x+6ഉം x+1ഉം. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ടൈമാണ് എടുക്കുന്നെങ്കിൽ ഇത് x+9 എടുക്കുന്നു, ഇവിടെ x+4 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? ഈ 9 × 4 മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് എടുത്താൽ മതി അല്ലേ? അപ്പോൾ നമ്മൾ ഏതിനെ ബേസ് ചെയ്തിട്ട് എഴുതിയത്? ഈ എക്സിനെ, അല്ലെങ്കിൽ ഈ എക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പുറം നമ്മുടെ സാധനം എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഞാൻ എന്ത് ചെയ്യണം? ഈ 2x ബേസ് ചെയ്തിട്ട് ഇതിനെങ്ങോട്ട് മാറ്റി എഴുതും. ഈ രണ്ട് സാധനത്തിനെയും ഞാൻ 2x ബേസ് ചെയ്ത് മാറ്റി എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം. ഓക്കെ, ഞാൻ അപ്പം ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണ്? ഈ 2x ബേസ് ചെയ്തിട്ട് ഈ എൻ്റെയും ബിയുടെയും ടൈം എഴുതാൻ പോവാണ്. 2x ബേസ് ചെയ്തിട്ട് എൻ്റെയും ബിയുടെയും ടൈം എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതാം നമുക്ക്? ഇപ്പം നമുക്കറിയാം x+6 എന്ന് പറയുന്നത് 2x കൂടുതലാണ്. കാരണം എന്താണ്? അതുകൊണ്ടാണ് അതായത് ഈ എ ഒറ്റയ്ക്ക് ചെയ്യുന്ന വർക്കും ബി ഒറ്റയ്ക്ക് ചെയ്യുന്ന വർക്കും ഇവർ രണ്ടാളും ചെയ്യുന്ന വർക്ക് എന്തായാലും ഈ x+6ഉം ഇവർ ഒറ്റയ്ക്ക് ചെയ്യുന്ന വർക്കിനേക്കാൾ കുറവായിരിക്കും. വിച്ച് മീൻസ് x+6 x+1 കുറവാണ് ആര്? 2x എന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? 2x ബേസ് ചെയ്തിട്ട് ഈ സാധനത്തിനെ മാറ്റണം. അതിന് എന്താ ചെയ്യേണ്ടത്? ഈ x+6 2x എത്ര വലുതാണെന്ന് നോക്കണം. അതിനെന്ത് ചെയ്യണം? x+6 മൈനസ് 2x ചെയ്യുക. അത്ര കിട്ടും നമുക്ക് 6 - x എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ കേസും ബീൻ്റെ കേസും x+1 മൈനസ് 2x ചെയ്യുക. അത്ര കിട്ടുക 1 - x എന്ന് കിട്ടും. ഓക്കെ, x - x-ഉം 1 - x-ഉം കിട്ടി. ഇത്ര കുറവാണ് ആരുടെ? ഈ 2x ഇത്ര കുറവാണ് ഈ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ x+6 എങ്ങനെ എഴുതാം? 2x + 6 - x എന്നും 2x + 1 - x എന്നും എഴുതിക്കൂടെ? എഴുതാം. അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ പരിപാടി ചെയ്തു പറഞ്ഞാൽ ഈ 2x ബേസ് ചെയ്തിട്ട് ഞാൻ ഈ x+6 എഴുതണം. അതിനാണ് ഞാൻ ഈ മൈനസ് ചെയ്ത് ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് ABC എങ്ങനെ എഴുതാം? എയും ബിയുടെയും ടൈമിന് എനിക്ക് എങ്ങനെ എഴുതാം? AB ടൈം എത്രയാണ്? AB 2x ആണ്. AB 2x, എ എന്ന് പറയുന്നത് 2x പ്ലസ് എന്താ പറഞ്ഞത്? 6 - x. കൂടെ ചെയ്ത് പോരും കേട്ടോ. എന്നാൽ നമുക്ക് ബീൻ്റെ കേസ് 2x + 1 - x. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ x+9 x+4 എന്ന ഫോമിലായി. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഡയറക്റ്റ് എന്ത്? x = ഇതിൻ്റെ 2x = എന്ത് കിട്ടും? 2x = √√6 - x × 1 - x ചെയ്താൽ മതി. 6 - x × 1 - ഈ സ്ക്വയർ റൂട്ട് മാറ്റാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് LHS എന്ത് വരും? 4x² = 6 - x × 1 - x വരും. ഓക്കെ, 4x² = ഇപ്പം ഞാൻ ഇക്വേഷൻ ചെയ്താൽ 4x² = 6 - x × 1 - x എന്ന ഇക്വേഷനിലേക്ക് എത്തും. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും. എന്താ ഇക്വേഷൻ വരുമോ? ഇവിടെ 4x² ഉണ്ട്. ഇവിടെ എന്ത് വരും? 6 × 6. ഇവിടെ എത്ര? ഒരു x² ഉണ്ട് അല്ലേ? ആ +x² ആയിരിക്കും. -x-ഉം -x-ഉം ഇൻറ്റു ചെയ്താൽ +x². ആ x² LHSലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? 3x² ആവും. 3x². ബാക്കി എന്ത് വരുമോ? എക്സിൻ്റെ ടേം ഏതൊക്കെയാണ്? 6 × ഒരു -6x വരും, ഒരു -x വരും. ടോട്ടൽ -7x വരും RHSൽ. LHSലേക്ക് വരുമ്പോൾ +7x ആവും. ഇവിടെ ഒരു -6 ഉണ്ടാവും, അല്ല +6 ഉണ്ടാവും. അത് LHSലേക്ക് വരുമ്പോൾ -6 വരും, =0. ഇതാണ് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് എക്സിൻ്റെ വാല്യൂവിനെ കണ്ടെത്താൻ ഡയറക്റ്റ് പെട്ടെന്ന് കണ്ടെത്താനുള്ള പരിപാടി എന്താണ്? അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമ്മൾ സാധാരണ x = -b + or -√b² - 4ac അതാണ് നോർമലി ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഒന്നുമില്ല, നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടുന്ന ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടണം. രണ്ട് നമ്പർ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 റൂട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ 2 നമ്പർ ആഡ് ചെയ്താൽ 7 കിട്ടണം. 7 ആഡ് ചെയ്താൽ കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടണമെന്ന് അറിയാം? ഈ 6 × ഇതിൻ്റെ ക്വാഡ്രൻ്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 6 × 3 18 -18 കിട്ടണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടുന്ന രണ്ട് നമ്പർ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -18 കിട്ടുന്ന നമ്പർ ഏതൊക്കെയാണ്? -9ഉം
-9 -9 -2. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് കിട്ടിയല്ലോ നമുക്ക്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈൻ അങ്ങ് മാറ്റുക. സൈൻ മാറ്റം എന്ത് വരും? 9 -2. ഓക്കെ, സോറി, ഇവിടെ പ്ലസ് ആണ് വരിക അല്ലേ. ഇവിടെ +9 -2 ആണ് വരിക. സൈൻ മാറ്റുമ്പം -9 +2 വരും. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോയിഫിഷ്യൻറ്റ് x² കോയിഫിഷ്യൻറ്റ് 3 ആണ്. ഈ 3നെ വെച്ചിട്ട് ഈ രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരിക? -9/3 2/3. എന്താ വരിക? -9/3 2/3 ആണ് കിട്ടുക. -9/3 2/3 കിട്ടും. അതായത് ഇവിടെ -3 കിട്ടും, ഇവിടെ 2/3 കിട്ടും. നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടു. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമാണ്. ടൈം ഒരിക്കലും നെഗറ്റീവ് വരില്ല. സോ ഈ -3 വരില്ല. ഈ 2/3 അല്ലേ, എക്സിൻ്റെ വാല്യൂ 2/3 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ അലോൺ ചെയ്യുന്നത്. നമുക്കറിയാം എ അലോൺ ചെയ്യുന്ന സമയം എത്രയാണ്? x + 6 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2/3 കിട്ടി +6. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയും x + 2/3 + x ആണ് നമ്മുടെ ആൻസർ എന്ന് പറയും. ഇതാണ് പരിപാടി. നമ്മളിത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്, കുറച്ച് ഇക്വേഷനൊക്കെ ചെയ്തതിൻ്റെയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ എന്ത് ചെയ്യുക? ഈ രീതിയിൽ ചെയ്തിട്ടൊന്ന് ഫാസ്റ്റ് ആക്കാം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടെത്താൻ ഈ ഒരു മെത്തേഡ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതൊരു നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പ്രോബ്ലം പറയും. ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇപ്പം നമ്മൾ ചെയ്തത് അതൊന്ന് ഫോളോ ചെയ്യുക. ആ മെത്തേഡ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒന്നുകൂടെ നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 1-2 പ്രാവശ്യം ഇത്തരം പ്രോബ്ലം ചെയ്തു നോക്കുക. ആ മെത്തേഡ് തറവാക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കുക. എ ഗ്രൂപ്പ് ഓഫ് മെൻ ഡിസൈഡ് ടു ഡു എ ജോബ് ഇൻ 4 days, but 20 men dropped out every day. The job was completed at the end of 7th day. Find the men who are in work initially. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? നമ്മൾ ഓരോ ആളുടെ എഫിഷ്യൻസി 1 ആണെന്ന് കൺസിഡർ ചെയ്യണേ. അങ്ങനെയെങ്കിൽ എക്സ് ആണ് ടോട്ടൽ ആൾക്കാർ എന്ന് ഞാൻ അസ്യൂം ചെയ്തു. എക്സ് ആണ് ഇനിഷ്യലി ഉണ്ടായ ടോട്ടൽ ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ആ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് എത്ര? 4 ദിവസം കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്തു. അവർ മാത്രം എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ടോട്ടൽ എത്ര? ടോട്ടൽ വർക്ക് 4x. അപ്പോൾ 4x ആണ് നമ്മൾ ടോട്ടൽ വർക്ക്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ആദ്യത്തെ ദിവസം എക്സ് ആളുണ്ടായി. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്ക് 20 ആൾ പിരിഞ്ഞു പോയി. അന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ 20 ആൾ പിരിഞ്ഞു പോയി. അപ്പോൾ രണ്ടാമത്തെ ദിവസം x - 20 ആൾക്കാരാണ് ഉള്ളത്. മൂന്നാമത്തെ ദിവസം x - 40 ആൾക്കാരാണ് ഉള്ളത്. ഓരോ ദിവസം 20 ആൾ പിരിഞ്ഞു പോകുന്ന പറഞ്ഞത് അല്ലേ. 20 ദിവസം ഡ്രോപ്ഡ് ഔട്ട് എവറി ഡേ. നാലാമത്തെ ദിവസം x - 60 ആണ്. x - 60 ആൾക്കാരുണ്ട്. അഞ്ചാമത്തെ ദിവസം x - 60 ആണ്. x - 80 ഉണ്ട്. ആറാമത്തെ ദിവസം x - 100. ഏഴാമത്തെ ദിവസം x - 120. ഓക്കെ, ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതെന്താ ശരിക്കും ഓരോ ദിവസവും വർക്ക് ചെയ്യുന്ന എമൗണ്ട് ആണല്ലോ. ഓരോ ദിവസവും ചെയ്യുന്ന വർക്ക്. കാരണം എക്സിൻ്റെ ഓരോന്നിൻ്റെയും എഫിഷ്യൻസി 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പം ഈ എണ്ണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഓരോ ദിവസവും എഫിഷ്യൻസിയാണ്. അപ്പം നമ്മൾ ടോട്ടൽ ആഡ് ചെയ്താൽ എഫിഷ്യൻസി പറഞ്ഞാൽ ഓരോ ദിവസവും ചെയ്യുന്ന വർക്കിൻ്റെ എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ ഈ 7 ദിവസത്തെ വർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ ടോട്ടൽ വർക്കായ 4x കിട്ടണം. വേണ്ടേ? വേണം. അപ്പോൾ നമുക്കിതൊക്കെ കൂട്ടി എന്താ കിട്ടുക? എക്സ് എത്ര എക്സ് ഉണ്ട്? 7x ഉണ്ട് അല്ലേ. 7x മൈനസ് -20 -40 60 കൂട്ടിക്കാൻ എത്ര കിട്ടുക? 60 120 200 200 300 420 കിട്ടും. 7x - 420 = എത്ര അപ്പുറം ഉണ്ടാവുക? 4x ആണ് അല്ലേ. 4x ആണ്. ഞാൻ ഈ 4xനെ LHSലേക്ക് കൊണ്ടുവന്നു, 420നെ അപ്പുറം കൊണ്ടുപോയി. ബാക്കി എന്ത് വരും? അപ്പം എന്ത് വരുമോ? 3x will be equal to 420 എന്ന് വരും. 3x = 420. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? 140. അതായത് ആദ്യം ആദ്യത്തിലാണുണ്ടായത് 140 ആൾക്കാരാണ് ആദ്യം ഉണ്ടായത് മനസ്സിലാക്കാം. എക്സ് എത്രയാണ്? 140. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ടൈം ആൻഡ് വർക്ക് എന്ന് വരുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള വന്നതുമായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ അവസാനം ചെയ്ത ഒരു 5-10 ക്വസ്റ്റ്യൻസ് കുറച്ച് ടയർ 2 ലെവൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു 4 വീഡിയോയിലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ
ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ഒന്നുകിൽ ആപ്പ് ഉണ്ടാവും, നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. കിരൺസിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അവരുടെ ആപ്പ് തന്നെ ഉണ്ട്, കിരൺസ് പബ്ലിക്കേഷൻ്റെ. അവരുടെ ആപ്പ് SSCയുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇടുന്ന ആപ്പ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കൊരു ലെസൺ ആയിട്ടല്ല ഒരു വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യം ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയ ക്ലിയർ ആക്കുക. ഇത് 1-2 പ്രാവശ്യം നമ്മൾ ഇവിടെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് തറവാക്കുക, ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ മുതൽ വേറൊരു ലെസണുമായിട്ട് ഇതിൻ്റെ പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പൈപ്പ് ആൻഡ് സിസ്റ്റം എന്നൊരു പോർഷൻ. ടൈം ആൻഡ് വർക്കിൻ്റെ അതേ കൺസെപ്റ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നെക്സ്റ്റ് വീഡിയോ മുതൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.